റിലാക്സ് ചെയ്തിട്ട് അവര് വേഗം എനിക്ക് പോകും. നൈക്കിയിൽ എന്തൊട്ട് വാങ്ങാൻ പറ്റാൻ നോക്കാം. ബട്ട് എന്തേലും കിട്ടിയേ വാങ്ങും. ഞാനിവിടെ നമ്മൾ ഫസ്റ്റ് വന്നത് ഇവിടെ ഐക്യയില് വന്നിട്ട് പറഞ്ഞ് എല്ലാം തുടങ്ങിയത് ഐക്യെന്നല്ലേ. ഇവിടെ വന്നപ്പോൾ പറഞ്ഞ് ചിലപ്പോൾ നമ്മളെ മൈൻഡ് മാറി നമ്മൾ വീട് വാങ്ങുന്ന വെച്ചാൽ came absolutely delighted to shop here. വേണോ? ഉമ്മാനൊക്കെ കൊണ്ടുവരാണെങ്കിൽ ഇങ്ങനത്തെ ചവിട്ടിയെടുത്തേനും ഏതല്ലേ എത്ര എണ്ണം ഉണ്ടായിരുന്നു വീട്ടിൽ. ഇത്ര മണിക്കൂർ നടന്നിട്ട് ആകെ ഇത്ര സാധനങ്ങൾ വാങ്ങിയുള്ളൂ. എനിക്ക് ഇത്ര പിടിച്ചുള്ളത് അടുത്ത സാധനങ്ങൾ. നെക്സ്റ്റ് വി ഗോയിങ് ടു നെക്സ്റ്റ് ഹോം. എവിടെ കാണാൻ? അവിടെ അല്ലേ അതാണ്. സോ ബൈ ഐക്യ. വാങ്ങാൻ പറ്റും. നെക്സ്റ്റ് സ്റ്റോപ്പ് ഈസ് നെക്സ്റ്റ്. കുറേ സാധനങ്ങളുണ്ട്. കൺഫ്യൂസ്ഡ്. കളകള എഫക്റ്റ്, വിരിയൻ എഫക്റ്റ്. ഞാൻ പ്ലെയിൻ എടുക്കുള്ളൂ. ഇനി ഇതിനു വേണ്ടി തിരയാത്ത വെബ്സൈറ്റുകളില്ല. 200 പൗണ്ടിന്റെ സാധനം ഓർഡർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ടു കാർട്ടില്. See, just for 35 pounds from Vienna. ഇത് ആണ് ചെയർ. ബട്ട് ഫുഡ് സ്റ്റൂൾ കിട്ടിയിട്ടില്ല. നോക്കാം. സ്റ്റോറേജ് ഓക്കെ. നല്ല ഭംഗിയാണ്. ഒന്നും വാങ്ങൂല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2 റൗണ്ട് താഴത്തേക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആൻഡ് ലോണ്ട്രി ഹാമ്പർ. ബട്ട് ഇറ്റ്സ് ഇൻ എ ഗ്രേ കളർ. ഐ വാണ്ട് ഇൻ പിങ്ക്. ഹാവ് എ ലുക്ക്. ഒന്നും വാങ്ങൂല നല്ല കയറിയതാ. ഇപ്പോഴത്തെ തീം വരെ സെറ്റ്. ഇരുവട്ടായതാ. സാധനങ്ങളൊക്കെ കുറേ കിട്ടി. എങ്ങനെയൊക്കെ വീട്ടിക്കൊണ്ടുപോകണം. ഇനി സാധനങ്ങൾ ബാക്കി. ഇപ്പോൾ തൽക്കാലത്തിന് വാങ്ങിച്ച സാധനങ്ങൾ ആദ്യത്തെ വീട്ടിൽ കൊണ്ടുവെക്കാണ്ട് ഇവിടെ കിച്ചണിലൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ്. സോ ദെൻ ഓരോന്ന് റീഅറേഞ്ച് ചെയ്താൽ മതിയല്ലോ. പുതിയ സാധനങ്ങൾ മാത്രം. സോ ഇന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ വീട്ടിലേക്ക് പഴയ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. നേരെ ഇവിടെ കൊണ്ടുവന്ന് കാർപ്പറ്റിന്റെ ആൾക്കാർ കാർപ്പറ്റ് ഇട്ടുണ്ട്. നാളെ തീരുമണി. എല്ലാ പണിയും. അപ്പൊ അതുവരെ ഇവിടെ തട്ടിക്കൂട്ടി ഒതുക്കി വെക്കുന്നു. പിന്നെ സമയം പോലെ മാറ്റാം. നമുക്ക് അറിയില്ല വന്നിരിക്കുക. വീട്ടിലേക്കുള്ള ഇലക്ട്രോണിക്സ് വാങ്ങാൻ എത്ര രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഓൾറെഡി നോക്കി നമ്മളെ ഓൾറെഡി കറേസി വന്ന് ഏകദേശം 3000 പൗണ്ടിന്റെ സാധനങ്ങൾ വാങ്ങിയില്ല. 3000. And interesting thing is ഞാനിത് കണ്ടു. ഞാൻ ഇതുവരെ കോഫി മെഷീൻ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് Ninja. Do you have a coffee mug?
എടാ കോഫി മഗ് ഉണ്ടായി വാങ്ങിയിട്ടില്ല, അത് നമുക്ക് പിന്നെ വാങ്ങാം. അതെ ഇത് കിട്ടും, ഇത് നമ്മൾ വാങ്ങിക്കോ. തോട്ടി പിന്നെ വാങ്ങും. നമ്മൾ ഇവിടുന്ന് വാങ്ങിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് വീട്ടിൽ വരുമ്പോൾ കാണിച്ചെടുത്താൽ മതിയോ? ഇപ്പൊ ഇവിടെ ഉള്ള ബിഗ്സ് കാണിച്ചു തരാം. കോഫി നിഞ്ച ക്രിസ്പി എയർ ഫ്രയർ ആൻഡ് കെറ്റിൽ. സാംസങ്ങിന്റെ ആക്ച്വലി ടോസ്റ്റർ വെറുതെ ഭംഗിക്കാണ്. എനിക്ക് ടോസ്റ്റ് ഇഷ്ടമല്ല ആൻഡ് കോഫിയും ഇഷ്ടമല്ല. ടോൾ ഫ്രിഡ്ജ് സാംസങ് വാട്ടർ ഡിസ്പെൻസർ. ഈ വാട്ടർ ഡിസ്പെൻസർ നമ്മൾ ഇവിടെ വെള്ളം വീത്തിയാലാണ് അപ്പുറത്ത് വാഷ് ഡ്രയർ. So what we bought, it's സാംസങ്ങിൻ്റെ വാഷർ ഡ്രയറാണ് വാങ്ങിയത്. ബട്ട് ഇതല്ല ഞങ്ങൾ ശരിക്കും വാങ്ങിയത്. ഇതിന്റെ AI ഉള്ളതാ. ഇതന്നെ ഏകദേശം ഇതന്നെ കാണാൻ ലുക്സ് എല്ലാം സെയിമാ. ഇതാണ് ഓക്കെ, ഇതാണ് സംഭവം. ഇതിന്റെ AI വാങ്ങിയത്. ഇത്ര റേറ്റിന്റെ അല്ല, ഇതിനെക്കൂടി ഒരു 300 കൊണ്ട് കുറവ്. തന്നെ ചെയ്തോളും. അല്ലാതെ ഡിഷ് വാഷർ ഞങ്ങൾ അത്ര വലിയ ബ്രാൻഡിലേക്ക് പോയില്ല, കാരണം ഇന്റഗ്രേറ്റർ അത്ര വലിയ നല്ല ബ്രാൻഡിൽ വരുന്നില്ല. സോ വി ബോട്ട് ദിസ് ഡിഷ് വാഷർ, ദ ലോജിക്. എന്തായാലും എന്റെ ചട്ടിയും കല്ലും ഇതിൽ കഴുകാൻ പറ്റില്ല. അതെ, അതുകൊണ്ട് പിന്നെ വലിയ കുറച്ച് പൈസ കൊടുത്തിട്ട് കാര്യമില്ല. ഒരു ആഡംബരത്തിന് ഇരുന്നോട്ടെ. ഇത് എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ വാങ്ങിയതാ. 3000 പൗണ്ട് ചിലവാക്കി. എത്ര പൗണ്ട് ചിലവാക്കണം? എന്റെ തലേക്ക് ഇടാല്ലേ. ഞങ്ങളൊക്കെ വാങ്ങി ഇത്രയും പാട്ടായിട്ട് പോകാനുള്ള വണ്ടിയിൽ. ബാക്കിയുള്ളത് ഇനി വീട്ടിലേക്ക് വന്നോളൂ. ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ട് ചെക്കൻ്റെ സ്ക്രീൻ കാർഡ് ഒട്ടിച്ച് കൊടുക്കണ്ടാവില്ല. അത് കയറി വന്നപ്പോൾ തന്നെ ഫോൺ നിലത്തിട്ട് അത് കാരണം അല്ലാണ്ട് കുറേ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടാണ്. ഇത് മാത്രമൊന്നല്ല, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വീഡിയോ കാണിച്ചു തരാം എന്ന് ഞാൻ പറയും. പക്ഷെ എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല. റെസിപ്റ്റ് വന്നു. എന്തത്? 2780 പൗണ്ട്. 2780 കൊണ്ട് വാങ്ങിയത്. Again, quick stop at Greece. ഹൂവർ വാങ്ങാൻ മറന്നു കഴിഞ്ഞ പ്രാവശ്യം. ഹൂവർ ഓൾറെഡി വാക്സിൻ്റെ ഉണ്ട്, ബട്ട് കോഡ്ലെസ് അല്ല. അപ്പോൾ കോഡ്ലെസ് ഒരെണ്ണം. ഏതാ? ഷാർക്ക്. പിന്നെ എന്നിട്ട് വാങ്ങണ കാർപ്പറ്റ് വാഷ്. അത് വാഷിങ് വാക്സിൻ്റെ. നോക്കാം.